നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടും റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇത് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കുന്നതെന്നും കൂടി നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ് കേട്ടോ, വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്താണ് കേട്ടോ ആവശ്യം. അത് ഒരു കൈപ്പിടി അളവിൽ നീളത്തിലൊന്ന് കട്ട് ചെയ്തത്, കനം കുറച്ച് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു വലിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പച്ചമുളക് 2 പച്ചമുളകാണ് കേട്ടോ, നിങ്ങളുടെ എരിവിനനുസരിച്ച് അതേപോലെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഒരു 6 ചുവന്നുള്ളി, വലിയ ചുവന്നുള്ളിയാണ് ആയിരുന്നു, അത് കാരണം 6 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്കും വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഓരോ ടേബിൾ സ്പൂൺ 2 വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ചെറു തീയിലിട്ടിട്ട് ഇതൊന്നും കൂടി സോഫ്റ്റായിട്ട് വരുന്നത് വരയ്ക്കും വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ ഇതെല്ലാനും വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടീസ്പൂണിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പെപ്പർ പൗഡർ നമുക്ക് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് അവസാനം വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പൊടികളുടെ അളവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും നിങ്ങൾ എന്തോരം ഇറച്ചിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാവരും കൂടി ചേർത്തിട്ട് ചെറു തീയിലിട്ടിട്ട് നല്ല പോലങ്ങ് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് വേവിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കുക്കറിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്ത ബീഫാണ് കേട്ടോ ഇത്, വേറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു 5 മുതൽ 6 വിസിൽ വരെയാണ് അടിച്ചത്. എന്നിട്ട് ഫുൾ പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തതാണ്. അപ്പോഴത്തേനും എൻ്റെ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ച് ചിലപ്പോൾ അടിക്കുന്ന വിസിലിൻ്റെ അളവ് എണ്ണം മാറ്റം വന്നിരിക്കും. അപ്പോൾ നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മുടെ ഈ ഒരു മസാലയായിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഈ ഒരു വെള്ളമൊക്കെ നല്ല പോലെ വറ്റി നല്ല പോലെ ഡ്രൈ ആയിട്ട് വരണം. അപ്പോഴത്തേനും നമ്മുടെ ഇറച്ചിയിലേക്ക് ആ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് നല്ല പോലങ്ങ് വറ്റിച്ചെടുക്കാം. അപ്പോൾ തുറന്നിട്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാനിങ്ങി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തുറന്നിട്ടിട്ട് തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ചേർത്ത് കൊടുത്ത ബീഫിലെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. സൈഡിലൊക്കെ നോക്കി കാണാം, ആ എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിയിലേക്ക് ആ ഒരു മസാലയും ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗരം മസാലയോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ബീഫിൻ്റെ റോസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ, താങ്ക്